അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും ബീഹാർ മിഷണറി ദൗത്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൻ ജോസഫ് അവറുകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എൻ ജോസഫ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചു കൊടുക്കും. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരുടെ സമക്ഷം എൻ്റെ ജീവിതാനുഭവങ്ങൾ സാക്ഷ്യമായി പറയുവാൻ ലഭിച്ച ഈ അസുലഭ സന്ദർഭത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അതിന് കാരണക്കാരനായ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിക്കട്ടെ. എന്നെ അരോമ ടിവിയിലേക്ക് പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസൻ ബീഹാറിൽ പാട്നയിലുള്ള പാസ്റ്റർ ജീൻ ജോർജ് അവറുകളാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ചില വർഷങ്ങളായി അരോമ ടിവിയുടെ പ്രോഗ്രാമുകൾ കാണുവാനും പലരുടെയും സാക്ഷ്യങ്ങളും വചനങ്ങളും കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ എനിക്ക് കർത്താവ് അവസരം തന്നിട്ടുണ്ട്. അരോമ ടിവിയുടെ സുദീർഘമായ സേവനത്തിന് എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് എൻ ജോസഫ്. ഞാൻ ബീഹാറിലെ സിവാനിൽ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. ഭാര്യ ലവ്ലി ജോസഫ്, മകൻ റിജോയ്സ് ജോസഫ്, മകൾ ജാഫ്ലെറ്റ് റോസി ജോസഫ്. മക്കൾ 2 പേരും സ്കൂൾ അധ്യാപകരാണ്. ഞങ്ങൾ കുടുംബമായി കഴിഞ്ഞ 35 വർഷമായി ബീഹാറിൽ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ചിങ്ങവനമാണ് എൻ്റെ ജന്മനാട്. അവിടെ നടുവിലെ പറമ്പിൽ എൻ മോസസിന്റെയും രാജമ്മ മോസസിന്റെയും 4 മക്കളിൽ 3ാമത്തെ മകനായി 1966 ഒക്ടോബർ 4-നാണ് ഞാൻ ജനിച്ചത്. 2 സഹോദരന്മാരിൽ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ മാത്യു ചിങ്ങവനം ഒരു എഴുത്തുകാരനും KSRTC ഉദ്യോഗസ്ഥനുമായിരുന്നു. ഇപ്പോൾ ജോലിയിൽ നിന്നും വിരമിച്ചു ഭവനത്തിലായിരിക്കുന്നു. അനുജൻ കൊച്ചുമോൻ ഒരു കോൺട്രാക്ട് പണിക്കാരനാണ്. സഹോദരി വളരെ നേരത്തെ തന്നെ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. എൻ്റെ ജനനം ഭവനത്തിൽ എല്ലാവർക്കും വലിയ സന്തോഷം ഉളവാക്കി. എന്നാൽ ആ സന്തോഷം അധിക ദിവസം നീണ്ടു നിന്നില്ല. ജനിച്ചതിന്റെ 40-ാം ദിവസം ഞാൻ ഒരു അഗ്നിബാധയ്ക്കിരയായി. അതിന്റെ കാരണം അന്ന് എൻ്റെ സഹോദരിക്ക് ഏതാണ്ട് 5 വയസ്സ് പ്രായം. എന്നെ അമ്മ കിടത്തി തറയിലാണ് ഉറക്കി കിടത്തിയിട്ട് കുളിക്കുവാനായിട്ട് പോയപ്പോൾ ആ സമയത്ത് റൂമിലെ വെളിച്ചം കുറവെന്ന് തോന്നിയത് കൊണ്ട്, അന്ന് വിളക്കുകളാണ് ഉപയോഗിക്കുന്നത്, ഒരു ലാമ്പ് എൻ്റെ സഹോദരി അതിന് വെട്ടം കൂട്ടുവാനായി അതിൽ പിടിച്ച് തിരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അത് മറിഞ്ഞു വീണ് മണ്ണെണ്ണ പടർന്നു. അങ്ങനെയാണ് ഞാൻ അഗ്നിബാധയ്ക്കിരയാകുവാൻ ഇടയായി തീർന്നത്. ഒരു വിധത്തിൽ എൻ്റെ മാതാവ് കടന്നു വന്ന് എന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. എന്നാൽ ദേഹം ആസകലം പൊള്ളിയത് കൊണ്ട് ഈ കുഞ്ഞിനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് എന്നെ തിരിച്ചു കൊടുത്തു, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നാൽ അല്പമായ ജീവന്റെ അംശം നിലനിൽക്കുന്നത് കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് മാതാപിതാക്കൾ ഇങ്ങനെ കാത്തിരുന്നു. നമുക്കറിയാമല്ലോ, വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മോശക്കുഞ്ഞിന് എന്ത് സംഭവിക്കും എന്ന്
നിരീക്ഷിച്ചുകൊണ്ട് സഹോദരിയും മാതാപിതാക്കളും ഇരുന്നത് പോലെ മോശ, അതായത് എൻ്റെ പിതാവ്, എന്നെ നോക്കിയിരുന്നു എനിക്ക് എന്ത് സംഭവിക്കും അറിയുവാൻ. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ എന്നെ കണ്ട എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയ ദൈവം അവിടെ ഇല്ലാതായി പോകുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഏതാണ്ട് 6-7 മാസം കൊണ്ട് ഈ പൊള്ളലുകളൊക്കെ സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. എങ്കിലും എൻ്റെ കൈകാലുകൾക്ക് വേണ്ടതായ ബലവും ശക്തിയും ഇല്ലായിരുന്നു. എനിക്ക് വേണ്ട ആരോഗ്യമില്ലായിരുന്നു. പിന്നീട് എൻ്റെ അനുജൻ ജനിച്ചു. അവൻ എഴുന്നേറ്റ് ഓടി നടക്കുന്ന പ്രായമായപ്പോഴും ഞാൻ ഇരുന്ന് നിരങ്ങുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം എൻ്റെ കാലുകളെയും നരിയാണികളെയും ഉറപ്പിച്ചു. ഞാൻ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദേഹം ആസകലം പൊള്ളിയതിനാൽ എൻ്റെ ശരീരത്തിൽ വേണ്ടത്ര രോഗപ്രതിരോധ ശക്തി ഇല്ലായിരുന്നു. ആയതിനാൽ ഞങ്ങളുടെ വീട്ടിലോ അടുത്തുള്ള വീടുകളിലോ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അത് ഉടനെ എന്നെ പിടിക്കുമായിരുന്നു. സാധാരണ രീതിയിൽ പറയപ്പെടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. ടൈഫോയിഡ്, ചിക്കൻ ബോക്സ്, മഞ്ഞപ്പിത്തം, അഞ്ചാമ്പനി, TB, മലേറിയ തുടങ്ങിയ അനേക രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിനിടയിലും ദൈവം പഠിക്കുവാനുള്ള ബുദ്ധി ജ്ഞാനവും തന്നു. പ്രീ ഡിഗ്രി വരെ പഠിക്കുവാനുള്ള അവസരം ദൈവം തന്നു. എന്നാൽ ഭവനത്തിലെ ദാരിദ്ര്യമായ അവസ്ഥകളും അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങളും മുന്നോട്ട് പഠിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്തുവാനിടയായി തീർന്നു. അങ്ങനെ എന്നാൽ കഴിയുന്ന രീതിയിൽ പലവിധമായ ജോലികൾ ചെയ്ത് ഭവനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങളിൽ പിതാവിനോടും മാതാവിനോടും ചേർന്ന് നിൽക്കുവാൻ ഞാൻ താല്പര്യം കാണിച്ചു. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെടുന്നത്. അതിന് കാരണം ആ സമയത്ത് ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ഞങ്ങളുടെ ചിങ്ങവനത്ത് ഒരു ഭവനത്തിൽ വെച്ച് ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കുവാനിടയായി തീർന്നു. എൻ്റെ പിതാവ് ഒരു സമുദായ വിശ്വാസിയായിരുന്നെങ്കിലും ഈ വചനം പഠിക്കുവാൻ തനിക്കൊരു താല്പര്യം തോന്നി. അങ്ങനെ പിതാവ് അവിടെ ആ ബൈബിൾ ക്ലാസ്സിൽ കടന്നുപോയി. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മാതാവിനെയും അവിടെ കൊണ്ടുപോയി. അവർ രണ്ടുപേരും അങ്ങനെ വചനം പഠിച്ച് സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവർ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അതുവരെയും താൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിലും ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. എപ്പോഴും ഒരു സിഗരറ്റിൽ നിന്ന് മറ്റൊരു സിഗരറ്റ് കത്തിച്ച് രാവിലെ തുടങ്ങുന്ന സിഗരറ്റ് വലി രാത്രി ഉറങ്ങുന്നത് വരെ വലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ താൻ രക്ഷിക്കപ്പെട്ടു. തൻ്റെ സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടായി. അവരൊരുമിച്ച് സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളും പെന്തക്കോസ്ത് സഭയിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെ സൺഡേ സ്കൂൾ പഠിക്കുവാൻ നല്ല ഒരു അവസരം ലഭിച്ചു. ഞങ്ങളുടെ പാസ്റ്റർ അപ്പച്ചൻ, ബഹുമാനപ്പെട്ട കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PJ ഇട്ടി, അദ്ദേഹത്തിന്റെ ലളിതമായ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ പഠിപ്പിച്ച് വന്നപ്പോൾ യേശുവിനെ കർത്താവായ രക്ഷിതാവായും ഹൃദയത്തിൽ സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജലത്തിൽ കർത്താവിനെ സാക്ഷിച്ച് ജീവിക്കുന്ന ഒരു വിശുദ്ധ ദൈവവേദന മാത്രമേ കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയൂ എന്നുള്ള വിഷയങ്ങൾ വ്യക്തമായി സ്പഷ്ടമായും ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ
അതെന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 11-ാം വയസ്സിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനായി എന്റെ ജീവിതം സമർപ്പിച്ചു. 12-ാം വയസ്സിൽ സഭയിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. പിന്നീട് 16-ാം വയസ്സിലാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷിക്കുവാൻ ഇടയായി തീർന്നത്. ഇതിനിടയ്ക്ക് പറയട്ടെ, എൻ്റെ പിതാവ് അതിനു മുന്നമേ തന്നെ ഒരു സുവിശേഷകനായി മാറി. എൻ്റെ പിതാവ് വലത്തുകാല് സ്വാധീനമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് കുട്ടനാടൻ പ്രദേശങ്ങളായിരുന്നു. ഒരുപാട് തോടുകളും പുഴകളും തെങ്ങുംതടി പാലങ്ങളും ഒറ്റത്തടി പാലങ്ങളുള്ള സ്ഥലങ്ങളിൽ 2 കാലും ഉള്ളവർക്ക് പോലും നടന്നു പോകുവാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം, ഈ വികലാംഗനായിരിക്കുന്ന അദ്ദേഹം കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ സ്നാനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഇന്നും വളരെ ആവേശം പകരുന്ന ഒരു വസ്തുതയാണ്. കാരണം എൻ്റെ പിതാവ് ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ഈ കൺവെൻഷനോട് ബന്ധത്തിലാണ് ഞായറാഴ്ച സ്നാന ശുശ്രൂഷ ക്രമീകരിച്ചത്. ഞാനും എൻ്റെ 2 സഹോദരന്മാരും അടക്കം ഏതാണ്ട് 30ഓളം പേരാണ് സ്നാനത്തിന് തയ്യാറായത്. അങ്ങനെ ഏതാണ്ട് 5-6 കിലോമീറ്റർ ദൂരെ ഒരു ആറ്റരികത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ വളരെ അനുഗ്രഹീതമായ നിലയിൽ സ്നാന ശുശ്രൂഷകൾ നടന്നു. സ്നാന ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ സാധാരണ ദൈവദാസന്മാർ ചെയ്യുന്നത് പോലെ ഞങ്ങളെ സ്നാനപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസനും ഒരു ചോദ്യം ആളുകളോട് ചോദിക്കുവാനിടയായി. ധാരാളം ആളുകൾ ആ ആറ്റിന്റെ അക്കരയും ഇക്കരയും ഞങ്ങളുടെ ഈ സ്നാനം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് ഇവിടെ വെച്ച് രക്ഷിതാവായി സ്വീകരിച്ച് ഈ ജലത്തിൽ സാക്ഷിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് കടന്നു വരാമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം പെട്ടെന്ന് മുന്നോട്ട് വന്ന് വളരെ വലിയ വായില് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ജലത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അദ്ദേഹം അവിടെ വെച്ച് സ്നാനപ്പെടുവാനിടയായി തീർന്നു. അത് എനിക്ക് വലിയൊരു സന്തോഷം തോന്നിയ ഒരു വസ്തുതയാണ്. കാരണം ഒരു പുതിയ വ്യക്തി, അതിനു മുന്നമേ ഒരു സഭയിലും പോയിട്ടില്ലാത്ത ഒരു വ്യക്തി അന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു. ആ സ്നാനത്തിന് ശേഷം ഏതാണ്ട് 150ഓളം ആളുകൾ അന്ന് നമ്മുടെ സഭയുടെ ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു പ്രകടനം പോലെ തമ്പേറടിച്ച് പാട്ടുകൾ പാടി നൃത്തം ചെയ്താണ് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. സത്യത്തിൽ അതൊരു വലിയ ആവേശമായിരുന്നു. ഇന്ന് പലപ്പോഴും സ്നാനങ്ങളൊക്കെ നടക്കുന്ന രീതികൾ കാണുമ്പോൾ ആ പഴയ കാലങ്ങളെ ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇന്നങ്ങനെ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖവുമുണ്ട്. ചെറുപ്രായത്തിലെ മറ്റൊരനുഭവം കൂടെ പറയാം. അന്ന് ഞങ്ങൾ ശക്തമായ രോഗശാന്തിയിൽ വിശ്വസിച്ചിരുന്നവരാണ്. എത്ര വലിയ രോഗങ്ങൾ വന്നാലും പ്രാർത്ഥനയിലൂടെ വിടുതലുകൾ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ PJ എട്ടിയുടെ ശുശ്രൂഷയിലൂടെ ധാരാളം രോഗികൾ സൗഖ്യമാകുന്നത് ഞങ്ങൾ കണ്ണാലെ കണ്ടിട്ടുണ്ട്. ഭൂതങ്ങൾ അലറി ഓടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഭ്രാന്തായിട്ട് ചങ്ങലയിൽ പൂട്ടിയിരുന്ന ആളുകളെ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് അഴിച്ചുകൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വിടുതൽ ലഭിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ വിശ്വാസത്തിൽ തീഷ്ണമായി നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് എനിക്ക് 8 വയസ്സുള്ളപ്പോൾ നടന്ന ഒരു സംഭവമാണ്. ആ സമയത്ത്
എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ ശക്തമായ ആ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. കാരണം പാരമ്പര്യ വിശ്വാസങ്ങൾ വിട്ട് ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് പോകുന്നത് അവർക്ക് വലിയ ദേഷ്യം ഉളവാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 8 വയസ്സ് ഉള്ള സമയത്ത് എനിക്ക് ഒരു രോഗം വന്നു. എൻ്റെ ശരീരം മുഴുവൻ നീര് വെച്ച് വീർത്ത് ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പിതാവ് പാസ്റ്ററപ്പച്ചനെ വിവരം അറിയിച്ചു. പാസ്റ്ററപ്പച്ചൻ വിശ്വാസികളെ വിവരം അറിയിച്ചു. സന്ധ്യയായപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ദൈവമക്കളും ദൈവദാസന്മാരും കടന്നു വന്ന് പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പിതാവിന്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ജോസഫ്, അദ്ദേഹത്തിന്റെ പേരാണ് എനിക്കിട്ടിരിക്കുന്നത്, അദ്ദേഹം സമൂഹത്തിലുള്ള ചില ആളുകളെ എല്ലാം കൂട്ടിക്കൊണ്ട് വളരെ ആക്ഷേപനായിട്ട് വീട്ടിലേക്ക് കടന്നു വന്ന് എൻ്റെ കൊച്ചിനെ പ്രാർത്ഥിച്ചു കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല എന്നലറിക്കൊണ്ട് അദ്ദേഹം യോഗത്തിന്റെ ബന്ധത്തിലേക്ക് കടന്നു വന്ന് എന്നിട്ട് യോഗമുഴപ്പി ഒരുപാട് അസഭ്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം എന്നെ എടുത്തുകൊണ്ട് അവര് ആശുപത്രിയിലേക്ക് പോയി. പിതാവിനും മാതാവിനും കടന്നു വന്ന ദൈവമക്കൾക്കും വലിയ പ്രയാസമുണ്ടായി. എങ്കിലും പാസ്റ്ററപ്പച്ചൻ പറഞ്ഞു, കുഴപ്പമില്ല, കുഞ്ഞിന് അധികാരമുള്ള ആളാണല്ലോ കൊണ്ടുപോയത്, നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം എന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തപ്പോൾ എന്നെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി. ഏതാണ്ട് 4-5 മാസം എന്നെ അവിടെ നിർത്തുവാനിടയായി തീർന്നു. എന്നാൽ ആ സമയത്തും എൻ്റെ മാതാപിതാക്കൾ വളരെ വേദനയോടെ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ആശുപത്രിയിലെ മരുന്നല്ല, ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് അന്നും എന്നെ സൗഖ്യപ്പെടുത്തിയത്. കാരണം അതിനുശേഷവും ഞങ്ങൾ രോഗസൗഖ്യം അനുഭവിച്ച് കൊണ്ടാണ് ഇതുവരെയും ജീവിക്കുവാനിടയായി തീർന്നത്. എന്നാൽ ദീർഘവർഷങ്ങൾക്ക് ശേഷം എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് താൻ എൻ്റെ പിതാവിനെ വിളിപ്പിച്ചു. ഒരു സന്ധ്യയ്ക്ക് പിതാവ് അവിടെ ചെന്നു. രാത്രി മുഴുവനും അവർ രണ്ടുപേരും സംസാരിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം താൻ ചെയ്ത പ്രവൃത്തികളൊക്കെ തെറ്റായി പോയെന്ന്, അന്ന് എന്നെ എടുത്തുകൊണ്ട് പോയതും അതുപോലെ ഞങ്ങളെ ഉപദ്രവിച്ചതും അസഭ്യം പറഞ്ഞതും ഒക്കെ തെറ്റായി പോയെന്ന് എൻ്റെ പിതാവിനോട് സംസാരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഏതാണ്ട് വെളുപ്പിന് 6 മണിയായപ്പോൾ അദ്ദേഹം എൻ്റെ പിതാവിനോട് പറഞ്ഞ്, എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ ഇന്നു മുതൽ കർത്താവിനെ സ്വീകരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പിതാവിനോട് നിർബന്ധിച്ച് നിന്റെ കൈ എൻ്റെ തലമേൽ വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അതോർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവസാന നിമിഷമെങ്കിലും ക്രൂശിൽ കിടന്ന ആ ഒരു കള്ളനെ പോലെ രക്ഷയുടെ അനുഭവത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. പിന്നീട് 1988 ഞാൻ വീണ്ടും ഒരു മാരക രോഗത്തിന് അടിമപ്പെട്ട് മെഡിക്കൽ കോളേജിൽ 2 ആഴ്ച കിടക്കുവാനിടയായി തീർന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പ്രത്യേകമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. 1 വർഷത്തേക്ക് യാതൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കണം, ശരീരം വിയർക്കാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ ഭവനത്തിൽ കടന്നു വന്ന് ആയിരിക്കുകയാണ്. പലപ്പോഴും പകൽ സമയം ഒറ്റയ്ക്കാണ്. കാരണം മാതാവ് എന്തെങ്കിലും ജോലിക്ക് വേണ്ടി കടന്നു പോകും, പിതാവ് സുവിശേഷ വേലയുടെ ബന്ധത്തിൽ എവിടെയെങ്കിലും കടന്നു പോകും, സഹോദരന്മാര് പഠനത്തോടുള്ള ബന്ധത്തിൽ മറ്റ് സ്ഥലങ്ങളിലാണ്. ഞാൻ പറഞ്ഞല്ലോ, സഹോദരി നേരത്തെ തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു.
പകല് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുവരെയുള്ള എൻ്റെ ചിന്തകളിൽ എൻ്റെ പിതാവിൻ്റെ കഷ്ടതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടതുകൊണ്ട് ആയിരിക്കാം, സുവിശേഷ വേലക്കാരനാകരുത്, നല്ല ഒരു ജോലി ചെയ്യണം, അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാക്കണം, മാതാപിതാക്കളെയും അതുപോലെ കഷ്ടപ്പെടുന്ന ഒരു പാസ്റ്ററെങ്കിലും സഹായിക്കണം. ഇതൊക്കെയായിരുന്നു അന്ന് എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ. എന്നാൽ അന്നിങ്ങനെ ഒരു ദിവസം പകല് മനസ്സിലേക്ക് വലിയൊരു ഭാരവും നിരാശയും ഒക്കെ കടന്നു വന്നു. ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ജോലി ചെയ്യാൻ കഴിയുന്നില്ല, പുറത്തു പോകുവാൻ കഴിയുന്നില്ല, കൂട്ടുകാരോട് സംസാരിക്കുവാൻ കഴിയുന്നില്ല, സമയം ഒട്ടു പോകുന്നുമില്ല, എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും മനസ്സിലേക്ക് ഒരു ചിന്ത. ഈ ബൈബിൾ എടുത്ത് വായിച്ചാൽ സമയം കൊല്ലാൻ ഇതിനേക്കാൾ വലിയ മാർഗമുണ്ടോ? ഇത്രയും വലിയ പുസ്തകം എത്ര വായിച്ചാലും തീരത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ബൈബിള് വായിക്കാം എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്ന് ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ബൈബിൾ എടുത്തു, നേരെ തുറന്നു, സാധാരണ പണ്ട് ചെയ്യുന്നത് പോലെ. തുറന്നപ്പോൾ കിട്ടിയത് യെരമ്യാ പ്രവചനമാണ്. ആ യെരമ്യാ പ്രവചനം കിട്ടിയപ്പോൾ മനസ്സിലേക്ക് ചിന്ത വന്ന് ഇതിന്റെ 1 മുതൽ അങ്ങ് വായിക്കാം. അങ്ങനെ യെരമ്യാ പ്രവചനം 1 മുതൽ വായിക്കുവാനിടയായി തീർന്നു. എന്നാൽ അധിക നേരം വായിക്കേണ്ടതായി വന്നില്ല. അതിന്റെ 5-ാമത്തെ വാക്യത്തിലെത്തിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായും എന്നോട് ഇടപെടുവാൻ തുടങ്ങി. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു എന്ന് എനിക്ക് ബോധ്യമാകുവാനിടയായി തീർന്നു. ഇതിനു മുന്നമേ പലപ്പോഴും പല ദൈവദാസന്മാരും എന്നോട് ആലോചന പറഞ്ഞിട്ടുണ്ട്, നീ കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. പക്ഷെ അന്നൊന്നും എൻ്റെ മനസ്സിൽ ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ഞാൻ കാണുന്ന സുവിശേഷ വേലക്കാരിൽ നല്ലൊരു ശതമാനവും വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. എന്നാൽ അന്ന് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവേ, നിന്റെ ഹിതമെങ്കിൽ ഞാൻ ഒരു സുവിശേഷ വേലക്കാരനായിക്കൊള്ളാം. അതിനുവേണ്ടി ഞാൻ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജുകളെ അന്വേഷിക്കുവാനിടയായി തീർന്നു. അങ്ങനെ എറണാകുളത്ത് ജില്ലയിൽ പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ കോളേജിലേക്ക് ചെന്നപ്പോഴാണ് ആ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ BTHനോട് ചേർന്ന് ഞങ്ങൾ BA പഠിക്കാനുള്ള അവസരം തന്നാൽ പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അതിന് സമ്മതിച്ചു. അപ്പോൾ അതിനുള്ള ഫോം ഫില്ലപ്പ് ചെയ്യാൻ അതിന്റെ ഫീസുകളൊക്കെ അടയ്ക്കുന്ന കാര്യം സംസാരിച്ചു. ഞാൻ അതിന് തയ്യാറായി. തിരിച്ച് വീട്ടിൽ പോയി 2 ആഴ്ച ഒരു കോൺട്രാക്ടറുടെ ഒരിക്കൽ ചെന്ന് അദ്ദേഹത്തോട് ചേർന്ന് കൂലിപ്പണിയെടുത്ത് കുറച്ച് പൈസ സമ്പാദിച്ച് ആ ഫീസ് കൊണ്ട് അടയ്ക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ബൈബിൾ കോളേജിൽ കടന്നു പോവുകയും, അപ്പൊ ഓർക്കണം, 1 വർഷത്തേക്ക് ഒരു ജോലിയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് 3 മാസം തികഞ്ഞില്ല. അതിനു മുന്നമേയാണ് ഞാൻ 2 ആഴ്ച പണിക്ക് പോയി. അതിനുശേഷം ബൈബിൾ കോളേജിൽ എത്തിയപ്പോൾ അവിടെയും മാനുവൽ വർക്ക് ചെയ്യണമായിരുന്നു. തൂമ്പായും പിക്കാക്സും ഒക്കെ ഉപയോഗിച്ച് മണ്ണ് കളച്ച് മറിച്ച് അത് ചുമന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടാൻ ഒക്കെ ഞങ്ങൾക്ക് എന്നും ഡ്യൂട്ടി ലഭിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. മാത്രമല്ല, കർത്താവ് എന്നെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, നീ എന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഏത് ജാതിക്ക് വേണ്ടിയാണ്? എവിടെയാണ് പോകേണ്ടത്? ഈ വചനം വെച്ച് തന്നെ എനിക്ക് ഉള്ളിൽ ബോധ്യമുണ്ടായിരുന്നു, കേരളത്തിലുള്ള ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുവാനല്ല
കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പക്ഷെ എവിടെ പോകണം എന്ന് അറിയില്ല. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഞങ്ങളുടെ ഗ്രാജുവേഷനൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ മോബിലൈസേഷൻ എന്ന സുവിശേഷ സംഘടനയുടെ ചില ദേവദാസന്മാർ ഞങ്ങളുടെ കോളേജിൽ കടന്നു വന്നു. അന്ന് അവര് ബീഹാറിനെ കുറിച്ച് ഒരുപാട് ഫോട്ടോകളൊക്കെ കാണിച്ച് ഒരു നല്ല ഒരു ചിത്രം ഞങ്ങളുടെ മുൻപാകെ വെച്ചു. അവസാനം അവർ ചോദിച്ചു, ഈ ബീഹാറിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുവാൻ ആര് തയ്യാറാകും? അപ്പോ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, നീ നാളുകളായി ചോദിക്കുന്നല്ലോ എവിടെ പോണം എവിടെ പോണം, ഇത്ര നല്ല സ്ഥലം വേറെ എങ്ങും കിട്ടത്തില്ല, അവിടേക്ക് പോകുക. ഞാൻ കരമുയർത്തിയിട്ട് ഞാൻ ചുറ്റുപാട് നോക്കി, വേറെ ആരെങ്കിലും ഉണ്ടോ? ഏതാണ്ട് 170ഓളം വിദ്യാർത്ഥികൾ ഇരിക്കുന്നതിൽ നിന്നും ഞാൻ മാത്രമാണ് കരമുയർത്തിയത്. അങ്ങനെ കർത്താവ് എന്നെ ബീഹാറിന് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ബൈബിൾ കോളേജ് ഗ്രാജുവേഷന് ശേഷം എൻ്റെ BA പരീക്ഷയും കഴിഞ്ഞ്, അപ്പോൾ ആ സമയത്ത് ഗ്രാജുവേഷന്റെ ദിവസം ഒരു ദൈവദാസൻ കടന്നു വന്ന് ഗോസ്പൽ ഇൻ ആക്ഷൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അന്നത്തെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട PO എലിയാസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ, അദ്ദേഹം പല വിദ്യാർത്ഥികളോടും സംസാരിക്കവേ എന്നോട് ചോദിച്ചു, മോന്റെ ആഗ്രഹം എന്താണ്? ഞാൻ പറഞ്ഞു, എനിക്ക് ബീഹാറിൽ പോകണം. എന്നാ വാ, ഞങ്ങൾ വിടാം. അങ്ങനെ അദ്ദേഹത്തോടു കൂടെ വീട്ടിൽ പോലും പോകാതെ അവരുടെ ഓഫീസിലേക്ക് പോയി. അങ്ങനെ ബീഹാറിലേക്ക് പോരുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അങ്ങനെ 1991 നവംബർ മാസം ഞാൻ ബീഹാറിലേക്ക് യാത്രയാകുവാനിടയായി തീർന്നു. അപ്പോൾ ഈ വിവരം ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയി എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ, ഞാനൊരു സുവിശേഷ വേലക്കാരനായി കാണണമെന്ന് അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ബീഹാറിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും പറഞ്ഞത്, മോനെ നീ പോകരുത്, നീ ഒരു രോഗിയാണ്, നിനക്ക് ആരോഗ്യമില്ല, വടക്കേന്ത്യയിലെ തണുപ്പോ ചൂടോ ഒന്നും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, നീ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് പോകരുത്. എൻ്റെ പാസ്റ്ററോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മോനെ നീ ഇവിടെ നിൽക്ക്, നിനക്ക് ഞാൻ നല്ലൊരു സഭ തരാം, ഇവിടെ നീ എന്നോട് കൂടെ ചേർന്ന് നിൽക്ക്. ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ ആ OM-ലെ ലീഡർ എന്നോട് പറഞ്ഞത്, മോനെ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും, പക്ഷേ നീ പിന്തിരിയരുത്, ദൈവം നിന്നോട് കൂടെയുണ്ട്. ആ വാക്കോർത്ത് ഞാൻ വീണ്ടും പ്രസ്ഥാനത്തിന്റെ ഓഫീസിൽ ചെന്നു. അവിടെ നിന്നും ബീഹാറിലേക്ക് വന്നു. ബീഹാറിൽ വന്നതിന് ശേഷം മാതാപിതാക്കൾക്ക് കത്തയച്ചു, ഞാനിപ്പോൾ ബീഹാറിലാണ്. അങ്ങനെ 91-ൽ ഇവിടെ എത്തി. ഇവിടെ വന്ന സമയത്ത് തന്നെ ഒരു ഹിന്ദിക്കാരൻ സഹോദരനെ എനിക്ക് സഹായിയായി ലഭിച്ചു. അദ്ദേഹത്തിന് ഭാഷ അറിയാം, ഹിന്ദി, ഇവിടുത്തെ ലോക്കൽ ഭാഷ ഭോജ്പുരി എന്ന് പറയും, സംസാര ഭാഷയാണ്. വളരെ സൗന്ദര്യമുള്ള ഒരു ഭാഷയാണ്, കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭാഷ അറിയാം, എന്നാൽ ബൈബിൾ അറിയില്ല. എനിക്ക് അത്യാവശ്യം ബൈബിൾ അറിയാം, പക്ഷെ ഭാഷ അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ സൈക്കിളിൽ ഇങ്ങനെ ഗ്രാമങ്ങൾ തോറും നടക്കുകയാണ്. അപ്പോൾ ഞാൻ മലയാളം ബൈബിൾ നോക്കി ഹിന്ദി ബൈബിളിൽ അടയാളപ്പെടുത്തി കൊടുക്കും ഓരോ വാക്യങ്ങളും. അദ്ദേഹത്തോട് പറയും, ഈ വാക്യം പറയൂ, ഈ വാക്യം പറയൂ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ സുവിശേഷ പ്രവർത്തനം തുടങ്ങി. എന്നാൽ ഞാൻ ബീഹാറിലേക്ക് വരുന്ന സമയത്ത് തന്നെ എൻ്റെ പിതാവ് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, നീ സുവിശേഷ വേലയ്ക്ക് പോവുകയാണെങ്കിൽ വിവാഹം ചെയ്തിട്ടേ പോകാവൂ. എന്നാൽ ഞാൻ വിവാഹിതനല്ലാതെ ആകുന്നതിന് മുന്നമേയാണ് ബീഹാറിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഗ്രാമങ്ങളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് വിവാഹം വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായത്. കാരണം ഇവിടെ ഗ്രാമങ്ങളിൽ ചെന്നാൽ സഹോദരിമാരാണ് പലപ്പോഴും പകല് വീട്ടിൽ കാണുന്നത്. അവരിന്ന് സംസാരിക്കാൻ പോലും ആരും തയ്യാറാകത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും അവർ പുറത്തെടുത്തുകൊണ്ട് തരാറില്ല. പുറത്ത് ഏതെങ്കിലും മരത്തണലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യത്തിലോ നമ്മളെ ഇരുത്തും. ആരെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരുണ്ടെങ്കിൽ അവരാണ് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊണ്ട് തരത്തുള്ളൂ. അപ്പോൾ എനിക്ക് ബോധ്യമായ ഒരു സഹോദരി ഉണ്ടെങ്കിൽ ഇവരുടെ ഭവനങ്ങളിൽ അകത്തേക്ക് ഒരു പ്രവേശനം ഉണ്ടാകും.
അങ്ങനെ ഞാൻ വീണ്ടും 92 ഏപ്രിൽ മാസം ആദ്യ ആഴ്ച നാട്ടിലേക്ക് കടന്നുപോയി. അങ്ങനെ പെട്ടെന്ന് വിവാഹ കാര്യങ്ങൾ ആലോചിച്ചു. 1992 ഏപ്രിൽ 30-ാം തീയതി ലൗലിയെ വിവാഹം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ചിങ്ങവനത്ത് തന്നെ മൂലംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് പാസ്റ്റർ VM മർക്കോസിന്റെയും അമ്മിണി മർക്കോസിന്റെയും പെൺമക്കളിൽ മൂത്തവളാണ്. വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് 10-ാം ദിവസം ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ബീഹാറിലേക്ക് വീണ്ടും മടങ്ങുക എന്നുള്ളതായിരുന്നു. അന്ന് ഏതാണ്ട് 4 ദിവസം എടുത്തു ബീഹാറിലേക്ക് ഞങ്ങൾ ട്രെയിനിൽ കടന്നു വരുവാൻ. അങ്ങനെ ബീഹാറിൽ വന്നു. സൈക്കിളിൽ ഞങ്ങൾ ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്തു. അപ്പോൾ ഹിന്ദി കുറച്ചൊക്കെ പഠിച്ചു. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ചെന്ന് അവിടുത്തെ അധ്യാപകരെ കണ്ട് സംസാരിച്ച് കുട്ടികളുടെ ഇടയിൽ ഗോസ്ബൽ പായ് ടിക്കറ്റുകളും പുതിയ നിയമങ്ങളും ഒക്കെ വിതരണം ചെയ്യുവാൻ. അതുപോലെ ഒരു അധ്യാപകനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ ശിവാൻ ജില്ലയുടെ ഒരു മാപ്പ് എനിക്ക് നൽകി. അതിൻ്റെ അകത്ത് ഇവിടുത്തെ എല്ലാ ഗ്രാമങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു, ഞാനും ആ ഹിന്ദിക്കാരൻ സഹോദരൻ RK മെസ്സി, ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് നമുക്ക് ഈ എല്ലാ ഗ്രാമത്തിലും പോകും. അപ്പൊ എന്നും ഞങ്ങൾ ഒരു പുതിയ ഗ്രാമത്തിലെങ്കിലും പോകണം എന്ന് തീരുമാനിച്ച് ഈ മാപ്പ് വെച്ച് ഓരോ ദിവസവും അടയാളപ്പെടുത്തി ഏതാണ്ട് 3 വർഷം കൊണ്ട് 1550ഓളം ഗ്രാമങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു സുവിശേഷവുമായി. അങ്ങനെ ഞങ്ങൾ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. പല ഗ്രാമങ്ങളിൽ കടന്നുപോയി സുവിശേഷം പറഞ്ഞു. അനേകര് വളരെ താല്പര്യത്തോടെ കേൾക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 1992 ഏപ്രിൽ മാസം 92 ഡിസംബർ മാസം ആയപ്പോഴേക്കും ദൈവം ചില ആത്മാക്കളെ തരുവാനിടയായി തീർന്നു. 92 ഡിസംബർ എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത ദിവസം എന്നറിയപ്പെടുന്ന ദിവസമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയാം. അന്നാണ് ചരിത്ര പ്രസിദ്ധമായിരുന്ന ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. എന്നാൽ അതേ ദിവസമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. കാരണം അന്ന് 10 പേര് കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ച് അവിടെ ഒരു സഭ ആരംഭിക്കുവാനിടയായി തീർന്നു. മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അന്നു മുതൽ ഇന്നോളം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 575 രൂപയാണ്. 100 രൂപയുടെ ഒരു മുറി വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ താമസിച്ച് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ബെഡ്റൂമും കിച്ചനും ഡ്രോയിങ് റൂമും എല്ലാം ആ ഒരു മുറിയായിരുന്നു. പിന്നീട് ഒരു റൂമും കൂടെ അതിൻ്റെ അടുത്ത് കാലിയായപ്പോൾ അതുകൂടെ ഏറ്റെടുക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി പ്രാർത്ഥന അവിടെ ആരംഭിച്ചു. 92 ജൂൺ മാസത്തിൽ നടന്ന ഒരു സംഭവം പറയാം. വലിയ ചൂടാണ്, കറണ്ട് ഇല്ല, റാന്തൽ വിളക്ക് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ ടെറസിന്റെ മുകളിൽ കയറും. എല്ലാവരും രാത്രി ഉറങ്ങുന്നത് അവിടെയാണ്. എന്നാൽ ചൂടും കൊതുക് കടിയും അസഹ്യമായി പലപ്പോഴും ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു രാത്രിയിൽ എൻ്റെ ഭാര്യ കരയുവാനിടയായി തീർന്നു. നിങ്ങൾ ഓർക്കണം, വിവാഹം കഴിഞ്ഞിട്ട് വെറും 1.5 മാസം ആകുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ വിശറി കൊണ്ട് വീശി നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ ഞങ്ങൾ ഹിന്ദിക്കാരൻ സഹോദരൻ വന്ന് ഞങ്ങൾ ഗ്രാമത്തിൽ പോയി മടങ്ങി വരുമ്പോൾ നമ്മളൊരു തൊട്ട് അടുത്ത് തന്നെ ഒരു മലയാളി അച്ചായൻ സ്കൂൾ നടത്തുന്നുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചു, ബ്രദറെ, നമുക്ക് ശിവാൻ പട്ടണം വരെ ഒന്ന് പോകാം, എൻ്റെ കൂടെ വരണം. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിന് ചില ആവശ്യങ്ങൾ സാധിക്കാനുണ്ടായിരുന്നതൊക്കെ സാധിച്ചു. അതിനുശേഷം ഈ ശിവാൻ ടൗണിന് നടുക്ക്
കൊതുകുവല മാത്രം വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ പോയി അദ്ദേഹം 2 കൊതുകുവല മേടിച്ച് എന്നോട് ചോദിച്ചു, ബ്രദറെ ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ പറഞ്ഞു നല്ലതാണ്. അപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു, ഇതുപോലെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ രാത്രി നമുക്ക് സുഖമായി ഉറങ്ങാമായിരുന്നു. ഇന്നലെ എൻ്റെ ഭാര്യ കരഞ്ഞത് ദൈവമേ നീ കണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ പറയുന്നു. എന്നാൽ പൈസയില്ല. 2 കൊതുകുവലയൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ശിവാനിൽ നിന്ന് ആന്തർബസാറിലെത്തി. അന്നത്തെ റോഡുകളുടെ അവസ്ഥ 16 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 1.5 മണിക്കൂറിലധികം സമയമെടുക്കും. അത്രയ്ക്കും മോശമായിരുന്നു റോഡുകൾ. സൈക്കിളിലാണെങ്കിൽ അത് 1 മണിക്കൂർ കൊണ്ട് പോകാം. അങ്ങനെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. ഒരു ദിവസം ഇതുപോലെ ടെറസിൽ ഞങ്ങൾ ഉറങ്ങാതെ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് കെട്ടിട ഉടമസ്ഥന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, സാറേ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ പൂജാരിമാരാണ്, അവര് പൂജാരികളായ ഒരു ഭവനമാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പൂജ ചെയ്യുന്നവരാണല്ലോ, പ്രാർത്ഥിക്കുന്നവരാണല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്യുന്നവരും നുണ പറയുന്നവരും ആണ്, ഞങ്ങളുടെ പ്രാർത്ഥന ഒരു ദൈവവും കേൾക്കുകയില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു സന്തോഷം തോന്നി. നമ്മളെക്കുറിച്ച് അത്ര ഒരു ബോധം അവർക്ക് വന്നല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പോൾ മഴ പെയ്യാത്തത് മുഖാന്തരം കൃഷിയെല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കൃഷിയിടങ്ങളൊക്കെ വെടിച്ചു കീറിയിരിക്കുകയാണ്. എന്തായാലും ഞാനും ഭാര്യയും പരസ്പരം കൈയോട് കൈ കോർത്ത് പിടിച്ച് ഞങ്ങൾ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ നേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു. എന്നാൽ ഉറങ്ങുന്നതിന് മുന്നമേ ഏതാണ്ട് 1 മണിയോട് അടുത്തപ്പോൾ ശക്തമായ ഇടിയും മഴയും. ഞങ്ങളെല്ലാവരും പായും തലവണയൊക്കെ എടുത്ത് താഴേക്ക് ഓടേണ്ടതായ സാഹചര്യം ഉണ്ടായി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കൃഷിയിടങ്ങളിലെല്ലാം ഏതാണ്ട് 1 അടിയോളം വെള്ളം വരുവാനിടയായി തീർന്നു. അത് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയായിരുന്നു. ആ ഭവനവും അതുപോലെ അവിടെ ചുറ്റുപാടുമുള്ളവരും അനേകരെ വിശ്വസിക്കുവാൻ, യേശു പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്ന് അറിയുവാൻ ഇടയായി തീർന്നു. പിന്നീട് ആ ഭവനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ, അവരുടെ കന്നുകാലിക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ അവർ ഓടി വരും, സാറേ ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. പിന്നെ 1993 ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ TC ബാബുവിനോട് ചേർന്ന് ഒരു ബൈബിൾ ട്രെയിനിങ് സെന്റർ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ആളുകൾ പലരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ദൈവവചനം അവർക്ക് അറിയില്ല. അങ്ങനെയുള്ളവരെ ദൈവവചനം പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്താൽ അങ്ങനെ ഒരു ക്ലാസ് ആരംഭിക്കുവാൻ അന്നു മുതൽ ഇന്ന് വരെ തുടർച്ചയായി അനേകരെ ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഹിന്ദി സംസാരിക്കുവാൻ പോലും വശമില്ലാതിരുന്ന എനിക്ക് പിന്നീട് വന്ന മലയാളികളെ ഹിന്ദി പഠിപ്പിക്കുവാനുള്ള ഭാഗ്യം ദൈവം തന്നു. അതുപോലെ ഹിന്ദി ഭാഷയിൽ പിന്നീട് പല മാസികകളിലും നിരന്തരമായി ലേഖനങ്ങൾ എഴുതുവാനും, അതുപോലെ ഹിന്ദിയിലും ഭോജ്പൂരിയിലും അനേക പാട്ടുകൾ എഴുതുവാനും ഒക്കെ ദൈവം അടിയനെ ഉപയോഗിച്ചു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4 ഞായറാഴ്ചയാണ് ബീഹാറിൽ വന്ന് ഞാൻ ഇംഗ്ലീഷിൽ ആരാധന നടത്തി. അന്ന് ആ സ്കൂളിലെ 1-2 ടീച്ചേഴ്സ് എന്നോട് കൂടെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഹിന്ദി പറയാൻ അറിയില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു. കാരണം മലയാളത്തിൽ ഞാൻ പറയാൻ താല്പര്യപ്പെട്ടു. പക്ഷേ ആ സാറ് പറഞ്ഞു, എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇവിടെ ഒരു ബംഗാളി സാറുണ്ട്, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷിൽ 4 ഞായറാഴ്ച ആരാധന നടത്തി. എന്നാൽ 5-ാം ഞായറാഴ്ച എന്തും വരട്ടെ എന്ന് അറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ച് ഞാൻ ഒരു പ്രസംഗം ഹിന്ദിയിൽ എഴുതി തയ്യാറാക്കി. അന്നു മുതൽ ഇന്ന് വരെ ഹിന്ദിയിൽ പ്രസംഗിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
1993 ആഗസ്റ്റ് 8 അന്നാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് സുവിശേഷ വിരോധം ഉണ്ടാകുന്നത്. എൻ്റെ കൂടെ ട്രെയിനിങ് സെന്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ഞങ്ങൾ ചില ഗ്രാമങ്ങളിൽ പോയി സാക്ഷരതാ ക്ലാസുകൾ നടത്തുന്നുണ്ടായിരുന്നു. എഴുത്തും വായനയും അറിയാത്ത ആളുകളെ ഹിന്ദി എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ആ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിൽ സാക്ഷരതാ ക്ലാസുകളൊക്കെ നടത്തി സുവിശേഷ പ്രവർത്തനവും നടത്തിക്കൊണ്ട് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ മാരകായുധങ്ങളുമായി ഞങ്ങളെ വളയുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളോട് ചോദിച്ചു, ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞത് സുവിശേഷമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് യേശുവിനെ കുറിച്ചുള്ള. ഉടനെ അദ്ദേഹം എൻ്റെ കോളറിൽ കയറി പിടിച്ചു, നിങ്ങൾ മതപരിവർത്തനം നടത്തുകയാണ്. ആര് പറഞ്ഞു നിങ്ങളോട് ഇവിടെ വന്ന് ചെയ്യാൻ എന്ന് പറഞ്ഞ് വളരെ ശക്തമായി അസഭ്യം പുലമ്പിക്കൊണ്ട് അവർ കൂട്ടമായി ഞങ്ങളെ വളഞ്ഞു. എൻ്റെ കൂടെ 1-2 മലയാളി ചെറുപ്പക്കാരും ഉണ്ട് ട്രെയിനിങ് സെന്ററിൽ പഠിക്കുന്ന. അവരെന്നോട് പറഞ്ഞ, ചായ അവരെന്താ പറയുന്നെങ്കിൽ അംഗീകരിച്ചു കൊടുക്ക്, ഇല്ലെങ്കിൽ ഇവര് നമ്മളെ കൊല്ലും. കാരണം അവരുടെ കയ്യിൽ വലിയ വാളുകളും അതുപോലെ ഇവിടെ ദേശി കട്ട എന്ന് പറയുന്ന റിവോൾവറും ഒക്കെ ഇരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഭയന്നുപോയി. പക്ഷെ ദൈവം എനിക്ക് നല്ല ധൈര്യം തന്നു. അവരെന്നോട് പറഞ്ഞു, ഇവിടം വിട്ടു പോകണം, ഇവിടെ തുടർന്നാൽ ഞങ്ങൾ കൊന്നുകളയും. ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞിട്ട് അല്ല ഞാനിവിടെ വന്നത്, താങ്കൾ എനിക്ക് അറിയത്ത് പോയിട്ടില്ല. എന്നോട് ആര് പറഞ്ഞോ അദ്ദേഹം പറയാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. വീട്ടിൽ ചെന്ന് അമ്മയെ കാണാനൊക്കില്ല. ഞാൻ പറഞ്ഞു, ഒരമ്മയും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. ആരോടും തിരിച്ചു വരാമെന്നുള്ള വാഗ്ദാനം ചെയ്തിട്ടല്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊന്നും പോകത്തില്ല. അപ്പോൾ അവര് ധരിച്ചത് ഏതോ വലിയ ആൾ എന്നെ ഇവിടെ അയച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവിന്റെ കാര്യമാണ്. എന്തായാലും അവര് പറഞ്ഞു, ഇപ്പൊ തന്നെ കഷണം കഷണമാക്കി കഴുകന് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ ധാരാളം കഴുകനുണ്ട്. ഒരു പട്ടിയോ പശുവോ ചത്താൽ നിമിഷങ്ങൾക്കകം അത് കഴുകൻ തിന്നുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വേറൊരു വ്യക്തി പറഞ്ഞു, ഇവന്മാരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല, ഇവനെ നഗ്നനാക്കി ചെരുപ്പുമാല ഇടിപ്പിച്ച് കഴുതപ്പുറത്ത് കയറ്റി ഈ പട്ടണം മുഴുവൻ കൊണ്ടു നടന്ന് ഇവനെ നാണം കെടുത്തണം. ഇവിടെ സാധാരണ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ജാർഖണ്ഡിൽ ഒരു ദൈവദാസനെ അതുപോലെ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ വലിയൊരു ഭാരം തോന്നിയെങ്കിലും ഒരു ധൈര്യം ഉള്ളിലുണ്ടായി. അങ്ങനെ പിന്നെ അവര് തന്നെ സംസാരിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരാഴ്ചത്തെ സമയം തരാം, ഒരാഴ്ച കൊണ്ട് ഇവിടെ നിന്ന് പൊക്കോണം. പോയില്ലെങ്കിൽ 8-ാം ദിവസം ഞങ്ങൾ വീണ്ടും നിങ്ങളെ പിടിക്കും. നിങ്ങൾ എവിടാ താമസിക്കുന്നതെന്നും നിങ്ങളെ ആരാ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. നടക്കുമ്പോഴും ഞങ്ങളുടെ ചിന്ത പുറകിൽ നിന്ന് അവർ വെടിവെക്കുമെന്നായിരുന്നു. പക്ഷേ ചെയ്തില്ല. അങ്ങനെ വിട്ടു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ 8-ാം ദിവസം ഞങ്ങൾക്ക് പോകേണ്ടി വന്നില്ല. അവര് രണ്ടാമത് ഞങ്ങളെ അന്വേഷിച്ച് വന്നില്ല. പകരം ഞങ്ങളെ കാണുമ്പോൾ അവര് മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദൈവം സാഹചര്യങ്ങളെ മാറ്റി. കാരണം ആ പട്ടണത്തിലെ, അന്ന് ഞങ്ങൾ താമസിക്കുന്ന പട്ടണത്തിലെ ഏറ്റവും വലിയ ഒരു ഗുണ്ടാ നേതാവ്, അദ്ദേഹം ഈ വിവരം അറിഞ്ഞു. അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം ആളെ വിട്ട് ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വളരെ ഭയന്നാ ചെന്നത്. കാരണം ഇദ്ദേഹം വലിയ ഒരു ക്രിമിനലാണ്. അദ്ദേഹത്തെ നേരിട്ട് അടുത്ത് ആദ്യമായിട്ട് കാണുന്നതാണ് അദ്ദേഹം. പക്ഷേ ഇവർക്കെതിരാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ ഇന്ന പോലൊക്കെ ചെയ്തെന്ന് ഞാൻ കേട്ടു, എന്താ കാരണം? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സുവിശേഷ വേല ചെയ്യുന്നു, യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, ജനങ്ങളെ അക്ഷരം എഴുതാൻ പഠിപ്പിക്കുന്നു,
ഈ മദ്യപാനത്തെക്കുറിച്ചും തമ്പാക്കു തിന്നുന്നതിനെ കുറിച്ചും ഒക്കെ ബോധവൽക്കരണം നടത്തുന്നത്. ഇതാ ഞങ്ങൾ ചെയ്യുന്ന ജോലി. പറഞ്ഞു, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞു, നിങ്ങൾക്ക് അവരെ അറിയാമെങ്കിൽ വാ, വണ്ടിയിൽ കയറി, നമുക്ക് അവിടെ പോയി ചോദിക്കാം. എനിക്കറിയാം അദ്ദേഹം ചോദിക്കുകയല്ല വെടിവെക്കുമെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ, ഞങ്ങളുടെ ജോലി അതല്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന പ്രതികാരം ചെയ്യുവാനല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അതുകൊണ്ട് സാറിന് നല്ല മനസ്സിന് നന്ദി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നു മുതൽ എവിടെ പോയാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ പേര് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും ധൈര്യം വരത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അന്ന് ലാൻഡ് ലൈനാണ്, 2 നമ്പരും എനിക്ക് എഴുതി തന്നിട്ട് പറഞ്ഞു, എവിടെ നിന്ന് വേണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്തിക്കോളാം. അതിനുശേഷം ഞങ്ങൾ അവിടെ വർഷങ്ങൾ താമസിച്ചു. എന്നാൽ പിന്നീട് ആരും തന്നെ കടന്നു വന്നില്ല. അങ്ങനെ അനേക ഗ്രാമങ്ങളിൽ ഞങ്ങൾക്ക് സാക്ഷരതാ ക്ലാസ്സുകൾ നടത്തുവാനും അനേകരെ അക്ഷരാഭ്യാസമുള്ളവരാക്കുവാനും ദൈവം സഹായിച്ചു. 1992 തന്നെ ഉള്ള മറ്റൊരു സംഭവം. ഒരു ദിവസം ഞങ്ങളുടെ ഈ പൈസ ഒന്നുമില്ല. ഞാൻ രാവിലെ സഹോദരനുമായി ഗ്രാമത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്ക് കറി വെക്കാൻ ഒന്നുമില്ല, എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞു, സാരമില്ല, പ്രാർത്ഥിക്കും, ഞങ്ങൾ ഏതായാലും പോവുകയാണല്ലോ, പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഗ്രാമത്തിൽ പോയി. അന്ന് ഗോട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് പോവുക. ഞങ്ങൾ അവിടെ ചെന്ന് ഇങ്ങനെ ട്രാക്റ്റുകൾ കൊടുത്ത് ചിലരെയൊക്കെ ആയിട്ട് സംസാരിച്ച് വരുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞ്, ജയ് ഈശുക്കി. ഈ വാക്ക് കേട്ട് ഞങ്ങൾ ഞെട്ടിത്തരിച്ചുപോയി. ഒരു മനുഷ്യനും യേശുവിനെ അറിയുന്ന ഒരു വ്യക്തി പോലും ഉണ്ടോ എന്ന് സംശയിച്ച് ഞങ്ങൾ ചെന്നെടുത്ത് ഒരാൾ ഓടി വന്ന് ജയ് ഈശുക്കി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. അദ്ദേഹം ഞങ്ങളെ പെട്ടെന്ന് തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ഒരു മിഡിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് കുറെ നാളുകൾക്ക് മുന്നമേ അദ്ദേഹം ഡൽഹിയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് യേശുവിനെ കുറിച്ചുള്ള ഒരു പുസ്തകം കിട്ടി. താൻ അത് വായിച്ചു, യേശുവിനെ അറിഞ്ഞു. അപ്പോൾ തനിക്ക് ചില ക്രൈസ്തവരെ കുറിച്ച് ചെറിയ കേട്ടുകേൾവികൾ വെച്ച് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തന്നെ ഒരു യേശുവിന്റെ ഒരു ഫോട്ടോയും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. അന്നു മുതൽ അദ്ദേഹം ആ ഫോട്ടോ വെച്ച് അതിന്റെ മുൻപിൽ മെഴുകുതിരിയും സാമ്പ്രാണിയും കത്തിക്കും, കൈകൂപ്പി പ്രാർത്ഥിക്കും. മറ്റൊരു വിഗ്രഹങ്ങളോ ഫോട്ടോകളോ ആ ഭവനത്തിലില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതാണ്ട് 1 വർഷമായി യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ ആളുകൾ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് യേശു വന്നതിന് തുല്യമാണ്. ഞങ്ങളെ അദ്ദേഹം വളരെയധികം സൽക്കരിച്ചു, ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. അതിനുശേഷം ഞങ്ങൾ അദ്ദേഹത്തോട് വളരെ ശക്തമായി സുവിശേഷം പറയുവാനും യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാനൊക്കെ ഇടയായി തീർന്നു. അവസാനം ഞങ്ങൾ പോരാൻ നേരം അദ്ദേഹം പെട്ടെന്ന് പോയി ഒരു സഞ്ചി നിറയെ ഉരുളക്കിഴങ്ങും മറ്റൊരു സഞ്ചി നിറയെ ഉള്ളിയും ഒക്കെ കൊണ്ട് തന്നിട്ട് ഏതാണ്ട് 150ഓളം രൂപയും എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു. പറഞ്ഞു, ഞാൻ 1 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അയ്യോ, എനിക്കറിയില്ലായിരുന്നു നിങ്ങളെപ്പോലെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. അദ്ദേഹം അന്ന് മുതൽ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് 1 മാസം കറി വെക്കാനുള്ള ഉരുളക്കിഴങ്ങും സവോളയും ഒക്കെ ലഭിക്കുവാനിടയായി തീർന്നു. അതുപോലെ 1995 ഞങ്ങൾ ശിവാൻ പട്ടണത്തിൽ താമസിക്കുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങളുടെ സാമ്പത്തികമെല്ലാം തീർന്നു. കയ്യിൽ ഒരു പൈസയില്ല. ഞങ്ങൾക്ക് അരിയോ ആട്ടയോ ഒന്നും ഇല്ല. അല്പം ഗോതമ്പ് പൊടിയുണ്ട്. അപ്പോൾ അന്ന് മോൻ ഏതാണ്ട് 2.5 വയസ്സേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, ആ ആട്ട കൊണ്ട്, ആ ഗോതമ്പ് പൊടി കൊണ്ട് ഓരോ ചെറിയ അടയുണ്ടാക്കും, മോന് കൊടുക്കും. ഞങ്ങൾ ഭക്ഷണമില്ലാതെ പ്രാർത്ഥിക്കുക. അങ്ങനെ
1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. എങ്ങൊന്നും ഒരു മറുപടി ഉണ്ടായില്ല. എന്നാൽ അന്ന് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ബീഹാറിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണത്തിനോ, നമ്മുടെ വസ്ത്രത്തിനോ, നമ്മുടെ മരുന്നിനോ ഒന്നും ആരോടും കടം വാങ്ങിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 5-ാം ദിവസം ഞായറാഴ്ചയായിരുന്നു. ഏതാണ്ട് 8-10 പേർ അന്ന് നമ്മുടെ വീട്ടിൽ ആരാധനയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അവര് വന്നു, പ്രാർത്ഥന കഴിഞ്ഞു. അപ്പൊ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ അവർക്ക് ചായ കൊടുക്കും. ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കും. അന്ന് ബിസ്ക്കറ്റ് ഇല്ല. എന്നാൽ അല്പം ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ തല്ലിക്കൂട്ടി ഞങ്ങൾ ചായ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അതിൽ മിച്ചം വന്ന ചായ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് കുടിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ച സ്ഥലത്ത് തന്നെ പായിലിരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ അല്പം മാനസികമായി തകർന്നു. അച്ചാച്ച, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എത്ര ദിവസം നമുക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞ് എൻ്റെ മടിയിൽ തലവെച്ച് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, സഹിക്കാവുന്നതിനപ്പുറം ദൈവം പരീക്ഷ തരത്തില്ല. ദൈവം ഇന്ന് നമുക്ക് വേണ്ടി വഴി തുറക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്ന ഇരിപ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. വാതിലിൽ ഒരു മുട്ട് കേട്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. ഞാൻ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ആരാണ്? എന്ത് വേണം? അദ്ദേഹം പറഞ്ഞ് ഞങ്ങളുടെ ഹൗസ് ഓണറിന്റെ പേര് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീടാണോ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്തീയ പാതിരി അല്ലെ പാസ്റ്റർ താമസിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ട്, അത് ഞാനാണ്. അന്ന് താങ്കളെ കാണാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മുറിയിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞപ്പോൾ മനസ്സിലായി അദ്ദേഹം ഒരു ലൂബ്രിക്കേഷൻ കമ്പനിയുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്. കമ്പനിയുള്ള ബന്ധത്തിൽ അദ്ദേഹം പഠനത്തിൽ വന്നാണ്. അദ്ദേഹം ബേസിക്കലി ഒരു മലയാളി ആണ്. എന്നാൽ ജാർഖണ്ഡിൽ റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹം ശനിയാഴ്ച വൈകുന്നേരം ഹോട്ടലിൽ എത്തിയതാണ്. അപ്പോൾ ഞായറാഴ്ച എവിടെയെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടോ എന്ന് അന്വേഷിച്ച് രാവിലെ താൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു കത്തോലിക്ക പള്ളിയുണ്ട്. താൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ഉടമസ്ഥൻ തന്നെ പറഞ്ഞു, ആ പള്ളി എനിക്കറിയാം, വേണമെങ്കിൽ അവിടെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവിട്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആരോ പറഞ്ഞ് ഇവിടെ പോകണ്ട. അദ്ദേഹം അവിടുന്ന് മടക്കി തിരിച്ചു നടന്നു. അങ്ങനെ നടന്നു പല സ്ഥലങ്ങളിലേക്കും പോകുവാൻ താൻ ശ്രമിക്കുമ്പോൾ തന്റെ മനസ്സിൽ പറയുന്ന അവിടെയല്ല പോകേണ്ടത്. അങ്ങനെ താൻ വീണ്ടും ഇങ്ങനെ റോഡിൽ കൂടെ നടന്ന് വരുന്ന സമയത്താണ് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് എന്റെ വീടിന്റെ തൊട്ട അയൽവക്കത്തുള്ള ഒരു മനുഷ്യനെ കാണുവാനിടയായി. അവിചാരിതമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ എങ്ങാനും ക്രിസ്ത്യാനികളുണ്ടോ? യേശുവിനെ കുറിച്ച് പറയുന്നവരുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ അയൽവക്കത്ത് ഇന്നയാളുടെ വീട്ടിൽ ഒരു കേരളക്കാരൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹം യേശുവിനെ പ്രസംഗിക്കുന്ന ആളാണ്. അങ്ങനെ ആ അഡ്രസ്സ് വെച്ചാണ് അദ്ദേഹം അവിടെ വന്നത്. അങ്ങനെ അദ്ദേഹം എന്നുമായി സംസാരിച്ചു. അവസാനം മിച്ചം ഉണ്ടായിരുന്ന ചായ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് കുടിച്ചു. പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പോകാൻ നേരം അദ്ദേഹം ഒരു കവർ എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് കടന്നുപോയി. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞെന്നാൽ അഡ്രസ്സും ഫോൺ നമ്പരും തരിക. പറഞ്ഞ് അഡ്രസ്സ് ഇപ്പൊ തരാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. അതുകൊണ്ട് പുതിയ ഒരു സ്ഥലത്ത് ചെന്നാലേ ഞങ്ങൾക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പാസ്റ്ററുടെ അഡ്രസ്സ് തന്നാൽ മതി, ഞാൻ പിന്നെ പാസ്റ്റർ കത്തയച്ചോളാം എന്ന് പറഞ്ഞ് എൻ്റെ അഡ്രസ്സും വാങ്ങിക്കൊണ്ട് പോയി. അതിനുശേഷം പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരിക്കലും കത്തയച്ചിട്ടുമില്ല. എന്നാൽ അന്ന് അദ്ദേഹം പോയതിനു ശേഷം ഞങ്ങൾ ആ കവർ തുറന്നു നോക്കുമ്പോൾ 300 രൂപയുണ്ടായിരുന്നു. അന്ന് അത് കൊണ്ടുപോയി കുഞ്ഞിന് പാലും അത്യാവശ്യം ആഹാര സാധനങ്ങളും ഒക്കെ വാങ്ങിക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ അവിചാരിതമായി ഒരു സ്വർഗദൂതൻ ഞങ്ങളുടെ ഭവനത്തിൽ എത്തുവാനിടയായി തീർന്നു. അതുപോലെ 1997 മലേറിയ എന്ന രോഗം എനിക്ക് പിടിപെട്ടു. ആ സമയത്ത് എൻ്റെ ഭാര്യ മോളെ പ്രസവത്തിനോടുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നു പോയിരിക്കുക.
എനിക്ക് മലേറിയയാണ് വന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ദൈവദാസന്മാർ അവരെന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒരു ഡോക്ടറെ കാണിച്ചു. അദ്ദേഹം മരുന്ന് തന്നു. പിന്നീട് കുറയാതെ വന്നപ്പോൾ രണ്ടാമതൊരു ഡോക്ടറെ കാണിച്ചു. അദ്ദേഹവും മരുന്ന് തന്നു. വീണ്ടും കൂടി, വീണ്ടും മൂന്നാമത് ഒരാളെ കാണിച്ചു. അങ്ങനെ 9 ദിവസം 3 ഡോക്ടർമാരുടെ മരുന്ന് കഴിച്ചപ്പോൾ ഞാൻ ഏതാണ്ട് മരണാസക്തനായി, മരണത്തോടടുത്തു. അവസാനം ഞാൻ അന്ന് താമസിക്കുന്ന ഗോപാൽഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമത്തിലാണ്. ഗ്രാമത്തിലെ ആളുകളെല്ലാം എന്നെ കാണാൻ വന്നപ്പോൾ ഈ ഗ്രാമത്തിലൊക്കെ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഒരു മനുഷ്യൻ രോഗിയായി കിടന്ന് മുറിക്കകത്ത് വെച്ച് മരിച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് പിന്നെ അവിടെ തന്നെ കുടികൊള്ളും. അതുകൊണ്ട് ഗ്രാമത്തിലെ ആളുകൾ വന്ന് പറഞ്ഞു, അയ്യോ, ഇദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കി കിടത്തുക, ഇദ്ദേഹം മരിച്ചു പോകും. അപ്പോൾ അങ്ങനെ അപ്പൊ അവരത് എന്നെ തൊട്ടു നോക്കി എന്റെ കാലുകളൊക്കെ തണുത്ത് കഴിഞ്ഞിരുന്നു. അവരെന്നെ എടുത്തു പുറത്ത് വരാന്തയിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് ഗ്രാമക്കാരെല്ലാം ഇങ്ങനെ എന്റെ മരണം കാത്തിരിക്കുകയാണ്. എന്റെ കൂടെയുള്ള കൂട്ടു സഹോദരങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവർ കരയുന്നതല്ലാതെ എന്ത് ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്താണ് ഞാൻ ആദ്യം നിന്ന ആ സ്ഥലത്ത്, ആന്തർബസാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ സ്കൂളിലെ 1-2 ടീച്ചേഴ്സ് അവരെന്നെ കാണുവാൻ, എന്റെ രോഗവിവരം അറിഞ്ഞുകൊണ്ട് എന്നെ കാണുവാൻ അവിടെ കടന്നു വരുന്നു. അവര് പറഞ്ഞു, അയ്യോ, നമുക്ക് പാസ്റ്റർ എവിടെയെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ നേപ്പാളിന്റെ ബോർഡറിൽ റെക്സോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ മലയാളി ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവര് പറഞ്ഞ് രാത്രിയിൽ, വൈകുന്നേരമാണ് അവർ വന്നത്. വൈകുന്നേരം തന്നെ ഒരു ബസ്സിൽ കയറി. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ബീഹാറിലെ റോഡുകളുടെ അവസ്ഥ വലിയ ശോചനീയമാണ്. ഏതാണ്ട് 150 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നേരം വെളുത്തു. രാവിലെ സഹോദരങ്ങൾ എന്നെ അവിടെ എത്തി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ, മലയാളി ഡോക്ടർ, എന്ന് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള ഒരു മർത്തോമ അച്ഛന്റെ മോനാണ് ഡോക്ടർ സന്തോഷ്. അദ്ദേഹം എന്നെ കണ്ട ഉടനെ പറഞ്ഞ്, ഞാൻ ഇപ്പൊ തന്നെ അഡ്മിറ്റ് എഴുതിത്തരാം, ടെസ്റ്റുകൾക്ക് എഴുതി തരാം, അഡ്മിറ്റ് ആയിക്കൂ, ഞാൻ ചാപ്പലിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്, പോയിട്ട് വന്നിട്ട് വിശദമായി പരിശോധിക്കാമെന്ന് പറഞ്ഞ് താൻ പ്രാർത്ഥനയ്ക്ക് ചെന്നു. താൻ അവിടെ ഈ വിവരം പറഞ്ഞ് ഇങ്ങനെ ശിവാനിൽ നിന്നും ഒരു ഡോക്ടർ, ഒരു പാസ്റ്റർ വളരെ സീരിയസ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് മലേറിയയാണ്. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മരുന്നുകളെല്ലാം മലേറിയയുടേതല്ല, ടൈഫോയിഡിന്റെ മരുന്നുകളാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവിടെ കൂടിയ ഡോക്ടർമാരും നഴ്സുമാരും ആ ചാപ്പലിൽ ശക്തമായി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്കിപ്പോഴും മറക്കാൻ ഒക്കില്ല, അവിടെ ഒരു ഇംഗ്ലീഷ് വനിത നേഴ്സ് ആ ചാപ്പല് കഴിഞ്ഞപ്പോൾ അവരെന്നെ കിടത്തിയിരിക്കുന്ന വാർഡിലേക്ക് ഓടി വന്ന് അവർ ചോദിച്ചുകൊണ്ട്, വേർ ഈസ് ജോസഫ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. വന്ന് എൻ്റെ ഒരിക്കലോട്ട് വന്ന് മറ്റൊന്നും ചോദിച്ചില്ല. ആ ബെഡിന്റെ സൈഡിൽ തറയിൽ മുട്ടുമടക്കി 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ദൈവദാസി വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ ഒരു ദൈവശക്തി എന്നിൽ വ്യാപരിക്കുവാനിടയായി. അങ്ങനെ അത്രയും സീരിയസ് ആയി അവിടെ എത്തിയ എനിക്ക് 5 ദിവസം കൊണ്ട് പൂർണ്ണ സൗഖ്യം വരുവാൻ ദൈവനിയായി. അത് മാത്രമല്ല, ഡോക്ടർ സന്തോഷ് ഹോസ്പിറ്റലിനോട് പറഞ്ഞു, ഈ പാസ്റ്റർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. അങ്ങനെ മരുന്നുകളെല്ലാം വെറും 25% വിലയിൽ ഞങ്ങൾക്ക് ലഭിച്ചു. അതുപോലെ ഡോക്ടർമാരുടെ ഗസ്റ്റുകൾ താമസിക്കുന്ന ഒരു റൂം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് പോയി കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ. അതുപോലെ ഡോക്ടർമാരുടെ മെസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് ഞാൻ സുഖപ്പെട്ട് തിരികെ വരുവാൻ തക്കോണം ദൈവം ഇടയാക്കി.
ഇനി 97 തന്നെ ഞങ്ങൾ സാക്ഷരതാ ക്ലാസ്സുകൾ വീണ്ടും ഞങ്ങൾ ഈ ഗോപാലഗഞ്ചിൽ ആരംഭിക്കുവാൻ ഇടയായിട്ടുണ്ട്. അത് ആരംഭിക്കാനുള്ള ഒരു കാരണം കൂടെ പറയാം. അവിടെ ചുറ്റുപാട് താമസിക്കുന്ന എല്ലാം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളും എല്ലാവരും മോഷ്ടിക്കുന്നവരുമാണ്. എന്ത് കിട്ടിയാലും എടുത്തുകൊണ്ട് പോകും. അപ്പം അവിടുത്തെ കുഞ്ഞുങ്ങൾ ആരും സ്കൂളുകളിൽ പോകുന്നില്ല. ആരും നല്ല വിദ്യാഭ്യാസം ഉള്ളവരല്ല. അവർക്കൊന്നും സ്കൂളിൽ പോകണം താല്പര്യവും ഇല്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഗേറ്റിങ്കൽ വന്ന് നിന്ന് ഇഷ്ടിക പെറുക്കി ഞങ്ങളുടെ ആ വീട്ടിലേക്കൊക്കെ എറിയുമായിരുന്നു. അപ്പോൾ ഇവരെ ഈ ഉപദ്രവത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു ഐഡിയ ആണ് ഈ കുഞ്ഞുങ്ങളെ ആയിട്ടൊന്ന് ചങ്ങാത്തം കൂടാം. ഞാൻ അതിൽ ചില കുഞ്ഞുങ്ങളെ വിളിച്ച് അവർക്ക് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു, ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അവരുമായിട്ട് സംസാരിച്ചു. കുറച്ചു നേരം അവരുമായിട്ട് കളിച്ചു. അപ്പൊ അവർക്ക് വലിയ സന്തോഷമായി. പറഞ്ഞ് നാളെ വരണം. അപ്പൊ അവർ വീണ്ടും കുറെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ കൊടുക്കും. അവരുമായിട്ട് കുറച്ചു നേരം ഗെയിം ഒക്കെ കളിക്കും. അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളൊക്കെ എന്താ സ്കൂളിൽ പോകാത്തെ? ഓ, ഞങ്ങളെ ആരും വിടാനാ, ഞങ്ങളെ ആരും പഠിപ്പിക്കാനില്ല, അതുകൊണ്ടാ പോകാത്തെ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ചിരുത്തി അവരെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. ആ കുഞ്ഞുങ്ങളെല്ലാം പഠനം തുടങ്ങി. അവരിൽ വലിയ മാറ്റം ഉണ്ടായി. അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടായപ്പോൾ അവരുടെ മാതാപിതാക്കളും മുതിർന്ന സഹോദരങ്ങളും കടന്നു വന്നിട്ട് പറഞ്ഞ്, ഞങ്ങളെയും പഠിപ്പിക്കണം, ഞങ്ങൾക്കും എഴുത്തും വായനയും പഠിക്കണം. അങ്ങനെ 3 ബാച്ചായിട്ട് 15 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒരു ബാച്ചിൽ രാവിലെ പഠിപ്പിക്കും. അതിനുശേഷം 15 വയസ്സിന് മുകളിൽ 22 വയസ്സ് വരെയുള്ള പിള്ളേരെ രണ്ടാമതൊരു ബാച്ചായിട്ട് പഠിപ്പിച്ചു. പിന്നെ മുതിർന്ന ആളുകൾക്ക് വേണ്ടി മൂന്നാമതൊരു ബാച്ച്. അങ്ങനെ പല ബാച്ചുകളിലായി അവരെല്ലാം അക്ഷരം എഴുതാനും വായിക്കാനും 6 മാസം കൊണ്ട് അവരെല്ലാം നന്നായി എഴുതാനും വായിക്കാനും പഠിക്കുവാനൊക്കെ ഇടയാക്കി. അതുപോലെ 1999 ഞാനിങ്ങനെ ഗ്രാമങ്ങളിൽ പോയി പല സ്ഥലങ്ങളിലും സാക്ഷരതാ ക്ലാസ്സുകൾ നടത്തുകയും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുകയും അതുപോലെ ഈ കുഞ്ഞുങ്ങളെല്ലാം അക്ഷരം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ മാതാപിതാക്കൾ പറഞ്ഞു, ഇവരിനി എവിടെ പോകും? അങ്ങനെ അവർക്ക് വേണ്ടി ഒരു നോൺ ഫോമൽ സ്കൂൾ തുടങ്ങി. ഏതാണ്ട് 150 കുട്ടികൾ ദിവസവും രാവിലെ തൊട്ട് ഉച്ച വരെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അതിനുശേഷമാണ് ഗ്രാമങ്ങളിൽ പോകുന്നത്. ആ സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു ചിൽഡ്രൻസ് ഹോം ഉണ്ട്. ഏതാണ്ട് 16 കുട്ടികൾ ഞങ്ങളോട് കൂടെ ഉണ്ട്. അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ തന്നെ ക്രമീകരിക്കും. എന്നാൽ ആ നോൺ ഫോമൽ സ്കൂളിൽ അപ്പോൾ കുറച്ച് മുസ്ലിം കുട്ടികൾ ഉള്ളതുകൊണ്ട് ഒരു മുസ്ലിം സഹോദരനെ ഉറുദു പഠിപ്പിക്കാൻ വെച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ നമുക്ക് ചേരുന്നതല്ലാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇനി വരണ്ട എന്ന് പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് സംഭവിച്ചത്, അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു വലിയ ക്രിമിനലാണ്. ഒരു തോക്കും കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്റെ ഭവനത്തിലേക്ക് കയറി വന്നു. എന്റെ നേരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞ്, ഇപ്പൊ നിന്നെ വെടിവെച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയം ഞാൻ പറഞ്ഞ്, സഹോദരൻ, ഞാൻ ഭക്ഷണം കഴിക്കുക, താൻ എന്ത് വെടിവെക്കോ എന്ത് ചെയ്യോ അത് ചെയ്തോ, കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ ഒന്ന് ഇരിക്ക്, ഞാൻ ഇരുന്ന് കഴിച്ചു തീർന്നോട്ടെ. അദ്ദേഹം അവിടെ ഇരിക്കുവാൻ വിചാരിച്ചു തീർന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് കടന്നു വന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇവിടുത്തെ രീതി അനുസരിച്ച് ആര് വീട്ടിൽ കയറി വന്നാലും അവർക്ക് വെള്ളവും മധുരവും കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ ചോദിച്ചു, ഇതെന്തിനാ? പറഞ്ഞു, താങ്കൾ എൻ്റെ വീട്ടിൽ കയറി വന്നതല്ലേ, വെടിവെക്കണേ പിന്നീട് വെടിവെച്ചു, പക്ഷെ ആദ്യം വെള്ളം കുടിക്ക്, ഈ ബിസ്ക്കറ്റ് കഴിക്ക്. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നു, വെള്ളം കുടിച്ചു. പിന്നീട് വളരെ സൗമ്യമായിട്ട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ വെടിവെക്കണം? കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവസാനം അദ്ദേഹം എന്നോട് ക്ഷമ ചോദിച്ചു. സാറേ, എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് വേണ്ടി സാറ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണ് അദ്ദേഹത്തെ മടക്കി അയച്ചത്. അതിനുശേഷം എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്നോട് സ്നേഹത്തോടെ സംസാരിക്കും. ചില വർഷങ്ങൾക്ക് മുന്നമേ ഗോപാലഗഞ്ചിലെ ഒരു ചർച്ചിൽ ഞാൻ ഒരു കൺവെൻഷന് പ്രസംഗിക്കുവാൻ പോയി.
മൈക്കിലൂടെ എൻ്റെ ശബ്ദം അദ്ദേഹം വീട്ടിയിരുന്ന് കേട്ടപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹം ഓടി വരുവാനിടയായി തീർന്നു. ആ കൺവെൻഷനിൽ അവിടെ വന്നിരുന്ന് പ്രസംഗം തീരുന്നത് വരെ അദ്ദേഹം ശ്രദ്ധിച്ചു കേട്ടു. കഴിഞ്ഞപ്പോൾ ഓടി എൻ്റെ ഒരിക്കൽ വന്ന്, സാറേ, മൈക്കിലൂടെ സാറിൻ്റെ ഒച്ച കേട്ടുകൊണ്ട് കണ്ടാണ് ഞാൻ വരാനിടയായി തീർന്നത്. അങ്ങനെ അവരൊക്കെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഇടയായി തീർന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ സാക്ഷ്യത്തിന് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുന്നു. 2018 എനിക്കൊരു ബൈക്ക് അപകടം ഉണ്ടാകുന്നത്. അതും നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ മഹാരാജഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവരുടെ പാർട്ടിയുടെ ആളുകൾ ഒരു സർവമത പ്രാർത്ഥന സംഘടിപ്പിച്ചു. അതിൽ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിച്ച് അവരെന്നെയാണ് ക്ഷണിച്ചത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. മറ്റ് മതത്തിൽ വന്നവരൊക്കെ അവരുടേതായ പ്രാർത്ഥനകൾ ചൊല്ലി. എന്നാൽ എനിക്ക് ലഭിച്ച സമയത്ത് ഞാൻ മരണവും മരണാനന്തര ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അങ്ങനെ ഞാൻ വ്യക്തമായി പറഞ്ഞു, മരിച്ചു പോയവർക്ക് വേണ്ടിയല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവിടെ കൂടിയിരുന്ന മുഴുവൻ നേതാക്കന്മാർക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ഇടയായി. അങ്ങനെ അതിനനന്തരം തിരിച്ചു വരുമ്പോഴാണ് പെട്ടെന്നൊരു പട്ടി കുറുകെ ചാടിയതിന്റെ ഫലമായി എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി. എൻ്റെ വലത്ത് കാലിന്റെ മുട്ട് ഒടിയുവാനിടയായി തീർന്നു. അതുപോലെ വാരിയല് 3 വാരിയലുകൾക്ക് പൊട്ടലുണ്ടാകുവാനിടയായി തീർന്നു. അവസാനം എന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, കാരണം പൊട്ടി അകന്നുപോയി, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ശിവാനിൽ ചെയ്യണ്ട, ഇവിടത്തെ ഡോക്ടർമാരൊക്കെ എന്തെങ്കിലും കാണിച്ചാൽ പിന്നീട് മുട്ടിന്റെ കാര്യമാണ്, കാലിൽ നിന്ന് മടക്കാൻ പറ്റാതെ വരും. അങ്ങനെ പാറ്റ്നയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പാറ്റ്നയിൽ അവിടെ ഒരു ദൈവദാസൻ പരിചയമുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ സഭയിൽ വരുന്ന ഒരു വിശ്വാസി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, പാറ്റ്നയിലെ ഏറ്റവും വലിയ ഓർത്തോ ഹോസ്പിറ്റലാണ്, അവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ സഹോദരിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു 1 ലക്ഷം രൂപ എങ്കിലും മിനിമം കരുതിക്കൊണ്ട് വേണം വരാൻ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വെറും 5000 രൂപയേ ഉള്ളൂ. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അങ്ങനെ അതുകൊണ്ട് പിറ്റേ ദിവസം പോയില്ല. ഏതാണ്ട് 8 ദിവസം ഞാൻ ഭവനത്തിൽ തന്നെ ആയിരുന്നു. 8 9 ദിവസം. 10ാം ദിവസമാണ് പാറ്റ്നയിലേക്ക് ഞങ്ങൾ പോകുന്നത്. പോകുന്ന സമയമായപ്പോഴേ ഏതാണ്ട് 40,000 രൂപ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. ചിലർ വന്ന് എന്നെ കാണാൻ വന്നവർ തന്നത്. അതുമായി ഞങ്ങൾ പോവുകയാണ്. ആശുപത്രിയിലെത്തി. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം രൂപ ചെലവായി. ഒരു മനുഷ്യനോട് 1 രൂപ വായ്പ വാങ്ങേണ്ടി വന്നില്ല. ദൈവം അതിനെല്ലാം ക്രമീകരണങ്ങൾ ചെയ്തു. അത് മാത്രമല്ല, അതിനേക്കാൾ വലിയ സാക്ഷി എന്ന് പറയുന്നത്, ഞങ്ങളെ അവിടെ ആ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതിയാണ്. ഏലിയാവിനെ സാരാഭാത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് വിട്ടതുപോലെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് മനസ്സിലാകുന്ന, അവിടെ സിലിഗുഡിയിൽ, വെസ്റ്റ് ബംഗാൾ സിലിഗുഡിയിൽ നിന്നും ഒരു മാതാവ് തന്റെ മൂത്ത മകനുമായിട്ട് വന്നിരിക്കുകയാണ്. ഇളയ മോനും കൂടെ ഉണ്ട്. ഇതുപോലെ ഒരു ആക്സിഡന്റിൽ അവന്റെ കാലിന്റെ മുകളിലൂടെ വലിയ ട്രക്ക് കയറി ഇറങ്ങിപ്പോയിട്ട് കുറെ ഭാഗത്തെ അസ്ഥി നുറുങ്ങിപ്പോയി. അപ്പോൾ അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ പറഞ്ഞ് കാല് മുട്ടുവെച്ച് മുറിച്ചു കളയണമെന്ന് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാണ് അവർക്ക് മനസ്സിലായി ഇവിടെ വലിയ തുകയാണ്. അവരുടെ ഈ പൈസ ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ മുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ശരിക്കും പൈസ ഇല്ല. അവിടുത്തെ ക്യാൻറ്റീനിൽ 30 രൂപയ്ക്ക് ഒരു ഊണ് കിട്ടുവന്ന്. അപ്പൊ ഒരു ഊണ് അവർ വാങ്ങിക്കും. രോഗിക്ക് ഹോസ്പിറ്റലിന്റെ ഭക്ഷണമുണ്ട്. ഈ പകല് ഒരു ഊണ് മേടിച്ച് അത് അമ്മയും ഇളയ മോനും കൂടെ കഴിക്കും. അതാണ് അവരുടെ ആഹാരം. ആ സമയത്ത് പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന സമയം മുതൽ പല സ്ഥലങ്ങളിൽ നിന്നും ദൈവമക്കൾ കടന്നു വരുന്നവരൊക്കെ നല്ല ഭക്ഷണങ്ങൾ കൊണ്ടുവരും. അവരെ പരിചയപ്പെട്ടപ്പോൾ ആ ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അത് മാത്രവുമല്ല,
എന്നെ കാണാൻ വന്ന ദൈവദാസന്മാരും ദൈവമക്കളും അവരെയും കാണുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പാറ്റ്നയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാര് ചേർന്ന് അവർ പിരിവെടുത്ത് ആ മോന്റെ ഓപ്പറേഷൻ നടക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഇന്ന് ആ കുഞ്ഞ് നന്നായിട്ട് ജീപ്പ് ഓടിച്ച് തന്റെ കുടുംബം പുലർത്തുന്ന ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഏലിയാവ് കടന്നു ചെന്നില്ലായിരുന്നെങ്കിൽ സാരാഫാത്തിലെ വിധവ പട്ടിണി കിടന്ന് മരിച്ചു പോയനമായിരുന്നു. എന്നാൽ അവിടെ ഏലിയാവ് എത്തിയതുകൊണ്ട് ആ വിധവയും മോനും ഏലിയാവും വിധവയുടെ വീട്ടുകാരും ക്ഷാമം കഴിയുവോളം സമൃദ്ധമായി ഭക്ഷണം കഴിച്ചതുപോലെ അടിയങ്ങൾ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ മോൻ കാല് മുറിച്ച് കളഞ്ഞ് ഒരു ജോലിയും ചെയ്യാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് പോയനമായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ആ സഹോദരി ഇന്ന് സുവിശേഷ വേല ചെയ്യുന്നു. അവർക്ക് നല്ലൊരു കൂടിവരവുണ്ട്. നേപ്പാളികളുടെ ഇടയിൽ അവർ പ്രവർത്തിക്കുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും 2025 ജനുവരി മാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. 2025 ജനുവരി 5, അതായത് ആദ്യ ഞായറാഴ്ച, ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ആരാധനയ്ക്കായി കടന്നു പോകുന്നു. അപ്പോൾ ഞങ്ങൾ ശിവാൻ പട്ടണത്തിൽ വാടകയ്ക്ക് എടുത്ത ഒരു ഹോളിലാണ് ആരാധന നടത്തുന്നത്. 4 വർഷമായി ആ ഹോളിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെയും യാതൊരു പ്രയാസങ്ങളോ പ്രകോപനങ്ങളോ ഇല്ല. എന്നാൽ അന്ന് ആ ഹോളിനോട് ചേർന്ന് 4 ഹോളുകളാണ്. അപ്പൊ മറ്റു ഹോളുകളിൽ മറ്റു പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. അപ്പോൾ അന്ന് മറ്റൊരു ഹോളിൽ നടന്ന ഒരു മീറ്റിംഗിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി ഞങ്ങളെ കണ്ടിട്ട് അദ്ദേഹം ചില സുവിശേഷ വിരോധികളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുവാനിടയായി തീർന്നു. അത് അതിശൈത്യമായതുകൊണ്ട് വിശ്വാസികൾ വളരെ കുറച്ചു പേരെ വന്നിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 40ഓളം ആളുകളെ ഉള്ളു ചർച്ചിൽ. എങ്കിലും ഒരു 10-40 പേര് ഏതാണ്ട് 11 മണിയോടുകൂടി ഞങ്ങളുടെ ഹോളിലേക്ക് ഇരച്ചു കയറി വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. അവരോടൊപ്പം പോലീസും കടന്നു വന്നു. പോലീസുകാര് തന്നെ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ, ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയിലുള്ള ചെറുപ്പക്കാരെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചില സഹോദരിമാരെയും അവർ ഉപദ്രവിക്കുവാനിടയായി തീർന്നു. അത് മാത്രമല്ല, സ്തോത്ര കാഴ്ചയും ദശാംശമൊക്കെ ലഭിച്ച പണം മുഴുവൻ അവരെ എടുത്തുകൊണ്ട് പോയി. എൻ്റെ ഭാര്യയുടെ ഫോൺ അവരെടുത്തുകൊണ്ട് പോയി. അതിനുശേഷം പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. എന്നെയും ഭാര്യയും 2 ചെറുപ്പക്കാരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അന്ന് കർത്തൃമേശ ഉണ്ടായിരുന്നു. ആ കർത്തൃമേശ തുടങ്ങുന്നതിന് മുന്നമേയാണ് ഇവർ കടന്നു വന്നത്. ആ കർത്തൃമേശ അലങ്കോലപ്പെടുത്തി. അത് മാത്രമല്ല, നമ്മൾ വെച്ചിരിക്കുന്ന വീഞ്ഞ് അത് മദ്യമാണെന്നും ബീഹാർ മദ്യനിരോധനമുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് ജാമ്യമില്ല, വകുപ്പ് വരാൻ കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ആ കർത്തൃമേശയുടെ സാധനങ്ങളും ഞങ്ങളുടെ ബൈബിളുകളും ബാഗുകളും എല്ലാം തൊണ്ടി മുതലായി എടുത്തുകൊണ്ടുപോയി. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ പല സ്ഥലങ്ങളിൽ നിന്നും പലരും ഇടപെട്ടതിന്റെ ഫലമായിട്ട് സന്ധ്യയായപ്പോൾ കേസ് എടുക്കാതെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ തിരിച്ചു തന്ന് ഞങ്ങളെ മടക്കി അയക്കുവാൻ കൊണ്ടിടയായി തീർന്നു. എന്നാൽ അന്നു മുതൽ പിന്നീട് ശിവാനിൽ ഞങ്ങൾക്ക് കൂടി വന്ന് ആരാധിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇപ്പോഴും ഓൺലൈനാണ് ഞങ്ങളുടെ ശിവാനിലെ ആരാധന നടക്കുന്നത്. ആകയാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ആരാധിക്കുവാൻ ഒരവസരം ലഭിക്കണം. അതുപോലെ ഈ 35 വർഷങ്ങളിൽ ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. എന്നാൽ സമയത്തിന്റെ ചുരുക്കത്തിൽ എല്ലാം ഞാൻ വർണ്ണിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ആകയാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ജീവന്റെ അവസാന നിമിഷം വരെയും ഈ വിഹാറിൽ തന്നെ തുടരണമെന്നും ഇവിടെ കർത്താവിന് വേണ്ടി അന്ത്യവിശ്രമം കൊള്ളണമെന്നുമാണ്. ആകയാൽ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇത്രയും നേരം വളരെ ക്ഷമയോടെ എന്നെ കേട്ടുകൊണ്ടിരുന്ന ആരാമൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും
ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസനും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ വീണ്ടും ഒരിക്കൽ കൂടെ നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ പാതവിടെ കടന്നു വരുവാനും അരോമ ടിവിയിലൂടെ അടിയങ്ങളുടെ ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനും അവിടുന്ന് തന്ന നല്ല സൗഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, അതിനുവേണ്ടി കാര്യങ്ങളെ ക്രമീകരിച്ച അവിടുത്തെ ശ്രേഷ്ഠദാസിനെ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തും. കർത്താവെ, തന്നെയും തൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇത് വീക്ഷിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ കർത്താവെ, അവർക്ക് ധൈര്യം പകരുവാൻ അടിയന്റെ ഈ സാക്ഷ്യവും ഉപകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരും ദിവസങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഈ അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകരെയും അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. തുടർന്നും അങ്ങയുടെ നാമമഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ അവിടുന്ന് അടിയങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന ക്രിസ്തുയേശുവിന്റെ നിശ്ചലനാമത്തിൽ ചോദിക്കുമ്പോൾ ദയോടെ കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. എല്ലാവർക്കും നന്ദി, വന്ദനം. താങ്ക് യു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എൻ എം ജോസഫ് അവറുകൾ എത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഹൃദയസ്പർശിയുമായ ദൈവത്തിന്റെ നടത്തിപ്പുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ച് 40-ാമത്തെ ദിവസം തീക്കിരയായി തീർന്ന് ഒരുപക്ഷെങ്കിൽ മരണം വഴിയായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ഒരാൾ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അമ്മയുടെ ഗർഭത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുന്നമേ സ്വർഗത്തിലെ ദൈവം കണ്ടിരുന്നത് കൊണ്ട്, ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട്, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഏറ്റവും ഉന്നതമായതുകൊണ്ടും തീക്കും വെള്ളത്തിനും ഒന്നിനും നമ്മെ മുക്കിക്കളയുവാനോ വെന്തുപോകുവാനോ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വാഗ്ദത്ത വചനമുണ്ട്. കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് ഒരു ശത്രുവിനും നമ്മളെ പിടിച്ചെടുക്കുവാൻ, നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. അത് ദൈവദാസന്റെ ജീവിതത്തിൽ അനുദിനം ബാല്യം മുതൽ, ജനിച്ച നാൾ മുതൽ ഇന്നേ വരെ അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ഒത്തിരി നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രസ്താവിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇനിയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ആക്കിയിരിക്കുന്ന ഇടത്ത്, ബീഹാറിൽ ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി ശക്തമായി സാക്ഷ്യം വഹിപ്പാൻ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയങ്ങൾ ചിലവഴിച്ച് ദൈവനാമമഹത്വത്തിന് വേണ്ടി സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വേറൊരു അനുഭവമായി തീർന്നു നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.